ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. പൈസ സാറാണ് മകളെ. നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ആക്ച്വലി ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ, വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷനും മെയിൻ എക്സാമിനേഷനും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിലെ ഏരിയാസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട, ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസുകൾ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ മുഴുവനായിട്ടും എന്തായാലും ഒരു വീഡിയോയിൽ ഉണ്ടായിരിക്കില്ല, പക്ഷെ ഞാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ആക്ച്വലി ഡിസ്കസ് ചെയ്യാം. സോ റെഡി ആണല്ലോ മക്കളെ? നമ്മൾ ആക്ച്വലി ഈ എക്സ്പാൻസീവ് പ്ലെയിൻ, വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് നമ്മൾ പറയുന്നത് ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്ന സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്ന പ്രദേശത്തെ കുറിച്ചാണ്. ഇവിടുന്ന് ആദ്യം തന്നെ വരാവുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹൗ ഇറ്റ് വാസ് ഫോംഡ്. എങ്ങനെയാണ് ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം, ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ നിർമ്മിച്ചത്, അത് ക്രിയേറ്റ് ആയത് എന്നൊരു ചോദ്യം അവിടെ വരാൻ ചാൻസസ് ഉള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ മക്കൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും അതിനു വേണ്ടി നമ്മൾ ആദ്യം പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജിയോമോർഫിക് ഏജൻസ് അഥവാ ഭൂരൂപീകരണം സഹായിക്കണം എന്നാണ്. ദാറ്റ് മീൻസ് ഭൂമിയിൽ പല തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാറകൾ പല രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കടലിന്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മണല് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഭൂമിയിൽ പല കാറ്റഗറി ഓഫ് രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഈ രൂപങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന 4 ഫാക്ടേഴ്സുകളാണ്. അവയെ നമ്മൾ വിളിക്കുക ജിയോമോർഫിക് ഏജൻസ്, ഭൂരൂപീകരണ സഹായികൾ എന്നാണ്. അതിൽ ഒന്നാമത്തെ റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന ജലം. മക്കളെ ആലോചിക്കുക, ഒരു സ്ഥലത്ത് കൂടെ ഒരുപാട് കാലം വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്ഥലത്തിന്റെയും ഒരു ഗല്ലി ആക്ച്വലി ഫോം ചെയ്യും, അല്ലെ? ഒരു ചാല് രൂപപ്പെടൂലേ? അതാണ് ഒഴുകുന്ന ജലം ഒരു രൂപം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വാട്ടർഫാൾ ക്രിയേറ്റ് ചെയ്യുന്ന, വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്യുന്ന ഒഴുകുന്ന ജലമാണ്, റണ്ണിങ് വാട്ടർ ആണ്. അതുപോലെ തന്നെ വിൻഡ്, കാറ്റ് അങ്ങനത്തെ ഒരു കാരണമാവാറുണ്ട്. ഗ്ലേസിയർ, ഹിമാനി എന്ന് പറഞ്ഞാൽ മഞ്ഞുമലകൾ അതിന് കാരണമാകാറുണ്ട്. വേവ്സ്, തിരമാലകൾ അതിന് കാരണമാകാറുണ്ട്. അപ്പൊ ഈ 4 നമ്മൾക്ക് ഇവിടെ വേണ്ട കാര്യം ഏതായെന്ന് വെച്ചാൽ അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് ഈ റണ്ണിങ് വാട്ടർ അഥവാ ഒഴുകുന്ന ജലം എന്ന് പറയുന്നത്. അതിലെ റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന ജലം എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് കൂടെ വെള്ളം ഇങ്ങനെ ഒലിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് എന്റെ മക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയോ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കാം. ഇപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്ഥലത്ത് കൂടെ ഈ വെള്ളം ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുക. വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ ഉണ്ടാവുന്ന ഈ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഒലിക്കുന്ന സമയത്ത് ആ വരുന്ന വഴിയിൽ കുറെ കല്ലുണ്ടായിരിക്കും, മണ്ണുണ്ടായിരിക്കും, ചളി ഉണ്ടായിരിക്കും. അവയെല്ലാத்தைയും നമ്മൾ വിളിക്കുക ആക്ച്വലി സെഡിമെന്റ്സ്, അവസാദങ്ങൾ എന്നാ വിളിക്കാം. ഈ ചളിയും കല്ലും മണ്ണിനെയൊക്കെ നമ്മൾ വിളിക്കുക അവസാദങ്ങൾ അഥവാ സെഡിമെന്റ്സ് എന്നാ വിളിക്കാം. ഈ സെഡിമെന്റ്സുകളെല്ലാം, അവസാദങ്ങളെല്ലാം, ഞാൻ പിക്ചറിൽ നിന്ന് അവസാദങ്ങൾ വരയ്ക്കുന്നത്, സെഡിമെന്റ്സ് എന്താണ്, ഇതിൽ ചളിയും മണ്ണും കല്ലൊക്കെ ഈ മുകളിലുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ താഴെയുള്ള ഭാഗങ്ങളിലേക്ക് ഇത് എന്ത് ചെയ്യുന്നു, മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ താഴെ പോയിട്ട് ഇവിടെ നിന്ന് പരന്നിട്ട് ഒഴുകാന്നിരിക്കാം. അങ്ങനെ പരന്നിട്ട് ഒഴുകുകയാണെങ്കിൽ ഈ താഴെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് ഈ പാറയും കല്ലൊക്കെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങും. അപ്പൊ ഈ സെഡിമെന്റ്സുകൾ ഒരു സ്ഥലത്ത് നിന്ന് ഏറ്റവും മുകളിലുള്ള സ്ഥലത്ത് നിന്ന് താഴെയുള്ള സ്ഥലത്തെ കൊണ്ടുപോയിട്ട് കിടത്തുന്നതിന്, അല്ലെങ്കിൽ ആ താഴേക്ക് മൂവ് ചെയ്യുന്നതിനെ വിളിക്കുകയാണ്. ആ മൂവ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് വെക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെപ്പോസിഷൻ അഥവാ നിക്ഷേപണം എന്നാണ് ആക്ച്വലി വിളിക്കാറുള്ളത്. നിക്ഷേപണം, ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മുകളിലുള്ള അവസാദങ്ങൾ, മലയാളത്തിൽ അവസാദം എന്ന് പറയും, ഇംഗ്ലീഷിൽ സെഡിമെന്റ്സ് എന്ന് പറയും. ഈ മുകളിലുള്ള അവസാദങ്ങൾ ത്രൂ ദ ഫ്ലോ റണ്ണിങ് വാട്ടർ അഥവാ ഒഴുകുന്ന ജലം കാരണമായിട്ട് താഴെയുള്ള സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്, താഴെയുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെപ്പോസിഷൻ അഥവാ നിക്ഷേപണം എന്ന് പറയുന്നത്. ഇതെന്തിനാണ് ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പറഞ്ഞ സാധനത്തിന്റെ പേരിനെന്താ, ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് നമ്മളോട് വിളിച്ച്. സോ അതുകൊണ്ട് തന്നെ സിന്ധു എന്ന് പറഞ്ഞ ഒരു റിവറാ, ഗംഗ എന്ന് പറഞ്ഞ ഒരു റിവറാ, ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞ മറ്റൊരു റിവറാ. ഈ മൂന്ന് നദികളും വരുന്ന സമയത്ത്, ഈ 3 നദികളും തന്നെ ഹിമാലയത്തിന്റെ മുകളിലാണ് വരുന്നത്. ഈ 3 നദികളും ഒഴുകുന്ന സമയത്ത് അവിടെ നിന്നെല്ലാം ഇതുപോലെ ഞാൻ പറഞ്ഞ സെഡിമെന്റ്സുകൾ, അവസാദങ്ങൾ താഴെ സ്ഥലങ്ങളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? അതെ, അതുപോലെ തന്നെ സിന്ധുവും ഗംഗയും ബ്രഹ്മപുത്രയും ഡെപ്പോസിറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത സ്ഥലമാണ് ആക്ച്വലി ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. സോ ഇവ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന ജലം കാരണമായിട്ടാണ്. ആരുടെയൊക്കെ ഒഴുകുന്ന ജലമായിരുന്നു മക്കളെ? സിന്ധുവിന്റെയും ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും. ഇവയുടെ ട്രിബ്യൂട്ടറീസ്, പോഷക നദികളും ഒഴുകിയത് കൊണ്ടാണ് ആ ഒഴുകുന്ന സമയത്ത് അവ അലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണുകൾ ധാരാളമായിട്ട് ഈ സ്ഥലത്ത് നിക്ഷേപിച്ചു. ഇങ്ങനെയാണ് ആക്ച്വലി ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ക്രിയേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അത് ജസ്റ്റ് ഞാൻ അവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് വരുന്ന നമ്മൾ എന്താണ് ഫസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഞാൻ ആ ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ ഫെർട്ടിൽ ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ അഥവാ നമ്മുടെ ഫലഭൂവിഷ്ടമായിട്ട് നല്ല ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന സ്ഥലം കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഗ്രൈനറി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ധാന്യപുര എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഈ ഫെർട്ടിൽ ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. ആൾസോ ഫോംഡ് ദ സെയിം വേ, ആ ഒരു രീതിയിലാണ് ഫോം ചെയ്തിട്ട് ഡെപ്പോസിഷൻ ഓഫ് സെഡിമെന്റ് ക്യാരിഡ് ബൈ ദ റിവേഴ്സ്, നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ
നാണയങ്ങൾ നിക്ഷേപിച്ചിട്ടാണ് ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടത്. ഇതിന്റെ ഡീറ്റെയിലുകൾ ഒന്ന് പഠിച്ചേക്കണം. ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഞാൻ ഏറ്റവും ഷോർട്ടാക്കി ഇവിടെ തന്നാണ്. ഇതിന്റെ ലെങ്ത് നോക്കുകയാണെങ്കിൽ, നീളം നോക്കുകയാണെങ്കിൽ 3200 കിലോമീറ്റർ ആണ്. 3200 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് അലൂവിയൽ പ്ലെയിൻ ഇൻ ദ വേൾഡ്. നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലമാണ് ആക്ച്വലി ഏത് നമ്മുടെ ഈ ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്. അത് 3200 കിലോമീറ്റർ വരുന്നത്. അതിൽ ഇന്ത്യയിലൂടെ വെറും 2400 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ഞാൻ ബംഗ്ലാദേശിന്റെ ഭാഗത്തും പാകിസ്ഥാന്റെ ഭാഗത്തൊക്കെയാണ് കിടക്കുന്നത്. ഇന്ത്യയിലൂടെ ആകെ 2200 ആണ്. പക്ഷെ ലോകത്ത് ഏറ്റവും വലുതാണ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ആവറേജ് വിഡ്ത്, ശരാശരി വീതി എന്ന് പറഞ്ഞാൽ 150 മുതൽ 300 കിലോമീറ്റർ ആണ് ആവറേജ് വിഡ്ത്, ശരാശരി വീതി വരുന്നത്. അതിന്റെ ഏരിയ വിസ്തീർണം എത്രയാ വരുന്നത് മക്കളെ? 7 lakh സ്ക്വയർ കിലോമീറ്റർ, 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 7 ചാക്കിമീന്ന് ആക്ച്വലി എഴുതി വെച്ചാൽ മതി, ചതുരശ്ര കിലോമീറ്റർ. അതിന് നമ്മൾ എങ്ങനെയാണ് മലയാളത്തിൽ നമ്മൾ ഷോർട്ടാക്കി എഴുതൽ എങ്ങനെയാണ്? ചാക്കി 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ആക്ച്വലി വരുന്നത്. ഇതിന്റെ ബോർഡേഴ്സ്, ഇതിന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകൾ ഭാഗം ആക്ച്വലി ശിവാലിക്കാണ്. നമ്മുടെ ഹിമാലയത്തിൽ നമുക്കറിയാലോ, ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് എന്നാ പഠിച്ചിട്ടുള്ളത്. ആ നമ്മൾ എന്ത് ചെയ്യും? ഹിമാദ്രി മുകളിലുണ്ട്, ഹിമാചൽ താഴെയുണ്ട്, അതിന് താഴെ ശിവാലിക്കുണ്ട്. ഈ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്കാണ് അതിന്റെ ഏറ്റവും മുകളിലായിട്ട് വരുന്നത്. കാരണം ശിവാലിക്കിന് തൊട്ട് താഴെയായിട്ടാണ് ആര് വരുന്നത്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ വരുന്നത്. എന്നാൽ ഇതിന്റെ താഴെയുള്ള സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും ഇവിടെയുള്ള ഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്, അഥവാ പെനിൻസുലാസ് പ്ലാറ്റു ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ പിക്ചറിൽ എന്റെ മക്കൾ നോക്കാം, ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതിന്റെ താഴെ ഭാഗം അഥവാ സൗത്ത് ഭാഗം എന്ന് പറഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. താഴെ ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പെനിൻസുലാസ് പ്ലാറ്റു ആണ്. മുകളിൽ ശിവാലിക്കാണ്. മുകളിൽ എവിടെയാണ്? വടക്കിൽ എവിടെയാണ് മക്കളെ? ശിവാലിക്കാണ്. സോ ഇതിനെ നമ്മൾ ജസ്റ്റ് ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞു വെക്കണം. അതിനെ ബേസ് ആയിട്ട് മക്കൾ നിർബന്ധമായിട്ടും അറിഞ്ഞു വെക്കണം. എന്നാൽ അതുപോലെ തന്നെ ഇവിടുന്ന് വരുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ എക്സാമിനേഷന് വരാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്, which are the features that beneficial for agriculture in Indo-Gangetic Brahmaputra plain? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം കൃഷിക്ക് അനുയോജ്യമാകാനുള്ള കാരണം എന്താണ്? പോയിന്റ് ആക്കിയിട്ട് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അവിടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത്? ഒന്നാമത്തെ കാരണം, കൃഷി നന്നായിട്ട് നടക്കണമെങ്കിൽ അവിടെ വളക്കൂറുള്ള മണ്ണ് വേണം, ഫെർട്ടൈൽ സോയിൽ വേണം, നല്ല അലൂവിയൽ സോയിൽ, നല്ല എക്കൽ മണ്ണാണ്, നന്നായിട്ട് ഫലഭൂഷ്ടമുണ്ട്. രണ്ടാമത്തെ, അവിടെ ഒരുപാട് റിവേഴ്സുകൾ കിടക്കുന്ന കൊണ്ട് ആഡിക്വേറ്റ് വാട്ടർ സപ്ലൈ, മതിയായ ജലലഭ്യത, ധാരാളം വെള്ളം അവിടെ കിട്ടുന്നുണ്ട്. അടുത്ത ക്ലൈമറ്റ് ആണ്, കാലാവസ്ഥയാണ്, ഫേവറബിൾ ക്ലൈമറ്റ്, അനുകൂലമായ കാലാവസ്ഥയാണ് ഈ പ്രദേശത്ത് കിടക്കുന്നത്. ഏറ്റവും അവസാനത്താണ് ഫ്ലാറ്റ് ടോപ്പോഗ്രഫി, പരന്ന ഭൂപ്രകൃതിയാണ് കിടക്കുന്നത്. പരന്ന ഭൂപ്രകൃതി ആയതുകൊണ്ട് തന്നെ കൃഷി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളെ വലിയ കുന്നുകളും മലകളൊക്കെയാണ് അവിടെ കൃഷി ചെയ്യാൻ പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. പക്ഷെ പരന്ന ഭൂപ്രകൃതിയാണ്, നല്ല സോയിൽ, നല്ല മണ്ണുണ്ട്, നല്ല വെള്ളമുണ്ട്, നല്ല കാലാവസ്ഥയുണ്ട്, നല്ല ഭൂപ്രകൃതി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ നന്നായിട്ട് കൃഷി ചെയ്യാൻ പറ്റും. സോ ഈ 4 കാര്യങ്ങളും അനുയോജ്യമായതുകൊണ്ടാണ് ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്ന സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി നടക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം, ഞാൻ അടുത്ത ഏറ്റവും അവസാനത്തിൽ വരുന്ന ഒരു ചോദ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചോദ്യം ഇതായിരുന്നു, why do you know why there is excessive cold weather in the North Indian plain? എന്തുകൊണ്ടാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നത്? നമ്മൾ ഇതിന്റെ കാലാവസ്ഥകളെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തണുപ്പ് വരാറുള്ള ഒരു നോർത്ത് ഇന്ത്യ, ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലാണ്. ചൂട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചൂട് വരാറുള്ളതും ഈ സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ, ഇന്ത്യയുടെ ഉത്തരേന്ത്യയുടെ ഭാഗത്ത് ഏറ്റവും കൂടുതൽ അതിശൈത്യം അനുഭവപ്പെടുന്നത് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് the major portion of the North India located far away from the moderating influence of the ocean. അഥവാ നമ്മളെ സമുദ്രമുണ്ടെങ്കിൽ, കടലുണ്ടെങ്കിൽ, ഈ കടലാണ് ശരിക്കും ടെമ്പറേച്ചറിനെ മോഡറേറ്റ് ചെയ്യുന്ന ആൾ. ടെമ്പറേച്ചറിനെ വലിയ കൂടാതെയും വലിയ കുറയാതെയും മാനേജ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ ശരിക്കും കടലാണ്. ഈ കടലിൽ നിന്ന് ഒരുപാട് അകലത്തിലാണ് നോർത്ത് ഇന്ത്യയുടെ ഭാഗം എന്ന് പറയുന്നത്. സോ കടലിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന് ഒരുപാട് അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് അവിടുത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കാലാവസ്ഥയെ മിതപ്പെടുത്തുന്ന സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളുടെ മിക്ക പ്രദേശവും. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, നമ്മുടെ ഹിമാലയം അതിന് തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. ഈ ഹിമാലയത്തിൽ സ്നോഫാൾ ഉണ്ടായിരിക്കും, മഞ്ഞുവീഴ്ച ഉണ്ടായിരിക്കും ഹിമാലയത്തിന്റെ ഭാഗത്ത്. ആൻഡ് കോൺട്രിബ്യൂട്ട് ദ സ്ട്രോങ് കോൾഡ് വേവ്സ്, അതിന്റെ ഭാഗമായിട്ട് തന്നെ ശക്തമായ ശീതക്കാറ്റ്, തണുത്ത കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. ഹിമാലയത്തിലെ മഞ്ഞുവീഴ്ചകളും അതുപോലെ തന്നെ അതിശക്തമായ ശീതക്കാറ്റും എന്ത് ചെയ്യും, നമ്മുടെ ഉത്തരേന്ത്യയുടെ ഭാഗത്തെ, നോർത്ത് ഇന്ത്യയുടെ ഭാഗത്തിന്റെയും അതിശൈത്യമാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടുത്താണ് കോൾഡ് വിൻഡ് ഫ്രം ദ വെസ്റ്റ് ഏഷ്യ കോസ് ദ ഫ്രോസ്റ്റ് ഫോഗ് ആൻഡ് കോൾഡ് വേവ്സ് ഇൻ ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് നോർത്ത് ഇന്ത്യ.
നമ്മുടെ ഏഷ്യയുടെ ഭാഗത്തുനിന്ന് വെസ്റ്റ് ഏഷ്യയുടെ ഭാഗത്തുനിന്ന് നല്ല തണുത്ത കാറ്റ് വരും, പശ്ചിമേഷ്യയുടെ ഭാഗത്തുനിന്ന് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. ആ തണുത്ത കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഹിമം, മൂടൽമഞ്ഞ്, ശീതതരംഗം തുടങ്ങിയവ നിർമ്മിക്കാൻ കാരണമാകാറുണ്ട്. ഏറ്റവും അവസാനത്തേത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഫ്രം ദ നോർത്തേൺ ഹെമിസ്ഫിയർ ടു സതേൺ ഹെമിസ്ഫിയർ. സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിലേക്ക് അഥവാ സതേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ മുഴുവനായിട്ടും കിടക്കുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. ഇന്ത്യ മുഴുവനായിട്ടും നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്നത് കൊണ്ട് ഉത്തരാർദ്ധഗോളത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ സൂര്യൻ എന്ത് ചെയ്യുന്നു, ദക്ഷിണാർദ്ധഗോളത്തിന്റെ ഭാഗത്തേക്ക് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണ്ടസ് അഥവാ ദക്ഷിണായ രേഖയുടെ അടുത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദൂരത്തിലായിരിക്കും സൂര്യരശ്മികൾ കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അതും അവിടെ എന്ത് ചെയ്യും, തണുപ്പ് കൂടാനുള്ള കാരണമാകും. ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ടു ദ സതേൺ ഹെമിസ്ഫിയർ. എവിടേക്കാണ് മക്കളെ, സതേൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനവും ഇതിനൊരു കാരണമാണ്. ഇതിൽ മേ ബി സൂര്യന്റെ അയനം എന്താന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത മക്കളുണ്ടായിരിക്കും, ചിലപ്പോൾ ബേസിക് പഴയ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയാത്ത ആളുകൾ. മക്കളെ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ലൈവുകൾ നമുക്ക് ആക്ച്വലി നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ലൈവിനെ കൃത്യമായിട്ട് കണ്ടാൽ മതി. അതിന് ചിത്രം വരച്ചിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ഈ കോണ്ടന്റ് വീഡിയോയിൽ അത് മാത്രം ഡിസ്ക്രൈബ് ചെയ്യണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ്. കാരണം ടെക്സ്റ്റ് ബുക്കിൽ കുഞ്ഞു വേർഡ് പറയുകയാണെങ്കിലും ശരിക്കും അതിന് നല്ല ഡീറ്റെയിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതാണ്. സോ ഈ ക്വസ്റ്റ്യനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിന് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഇത് പഠിക്കാതെ എക്സാമിനേഷന് നിങ്ങൾ പോകരുത്. ഉറപ്പല്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും വേണം. ഓരോ ചാപ്റ്ററിന്റെയും ഫസ്റ്റ് ചാപ്റ്ററിന്റെയും അതുപോലെ തന്നെ ഫോർത്ത് ചാപ്റ്റർ, നമ്മുടെ ഓൺ എക്സാമിനേഷനിൽ ഫോർത്ത് ചാപ്റ്റർ ഉള്ളത്, ഫോർത്ത് ചാപ്റ്ററിന്റെയും വീഡിയോകൾ വേണമെങ്കിൽ താഴെ കമന്റ് ഇട്ടോ. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ, ഇത് ഇങ്ങനെ ഒരു ലൈവ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ടുണ്ടോ തുടങ്ങിയിട്ട് കാര്യങ്ങളോട് അവിടെ കമന്റ് ചെയ്തോടാ. സോ ടാറ്റ, ബൈ.